ആദ്യം തന്നെ നമ്മളെ സ്നേഹിക്കുന്ന എല്ലാ ചങ്ങാതിമാർക്കും ഒരു കിടുക്കാച്ചി നമസ്കാരം ഇരിക്കട്ടെ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു കിടുക്കൻ സാധനം കേട്ടോ, അതായത് ചിക്കൻ ലോലിപോപ്പ്. ഇത് കഴിക്കാൻ വേണ്ടി ഇനി റെസ്റ്റോറൻറ്റിലേക്ക് ഹോട്ടലിലേക്ക് ഓടണ്ട, നേരെ നമ്മുടെ വീട്ടിലുണ്ടാക്കാം. ഇതൊക്കെ ഉണ്ടാക്കി നമ്മുടെ പിള്ളേർക്കും കൊടുക്കാം, അവരങ്ങ് സന്തോഷിച്ച് ഉല്ലസിക്കട്ടെ. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. ആദ്യം തന്നെ ചിക്കൻ ലോലിപോപ്പിനുള്ള വിങ്സ് പീസ് നല്ല ക്ലീൻ ചെയ്ത ശേഷം കഴുകി അങ്ങ് വൃത്തിയാക്കിയെടുക്കാം. നല്ല സ്റ്റൈലായിട്ടങ്ങ് കഴിക്കും. ഒരു 3-4 പ്രാവശ്യം കണ്ണടച്ചങ്ങ് കഴിക്കും, ഒന്നും നോക്കണ്ട. ഇനി അതിൻ്റെ ഒരു കുറവ് വേണ്ട. ഇതുപോലെ വൃത്തിയാക്കിയ ശേഷം ഇതുപോലെ ലോലിപോപ്പ് പീസാക്കി എടുക്കാം. കണ്ടില്ലേ, ഇതുപോലെ ആ മീറ്റൊക്കെ എല്ലിൽ നിന്ന് ഇതുപോലെ ഷേപ്പാക്കി എടുക്കാം. കണ്ടത്, നല്ല സ്റ്റൈലാക്കി എടുക്കാം. ശേഷം അതിലേക്ക് സ്നേഹത്തോടെ ഉപ്പങ്ങ് ഇട്ട് കൊടുക്കുക. കൂടെ ഇച്ചിരി കുരുമുളക് പൊടിയും കൂടെ ഇതുപോലെ വാരി വിതറുക. എന്നിട്ട് ഇച്ചിരി പുളിപ്പൊക്കെ കിട്ടാൻ വേണ്ടി ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുക. കൂടെ ഒരു ഡാർക്ക് സോയയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചില്ലി പേസ്റ്റ് 2 സ്പൂൺ ചില്ലി പേസ്റ്റും കൂടെ ഇട്ട് മൊത്തത്തിലങ്ങ് മിക്സ് ചെയ്ത് ഇതുപോലെ അങ്ങ് കലക്കി കൂട്ടുക. ഇതുപോലെ വിത്തലങ്ങ് പിടിപ്പിക്കുക നല്ല രീതിയിൽ. ആ ചിക്കനിലൊക്കെ മസാല അങ്ങ് പിടിച്ച് കഴിയുമ്പോഴേക്കും അതിലേക്ക് ഇതുപോലെ മുട്ടയങ്ങ് ഒഴിച്ചു കൊടുക്കുക. കൂടെ ഒരു ഇച്ചിരി കോൺഫ്ലവർ നല്ല ക്രിസ്പാകാൻ വേണ്ടി ഫ്രൈ ചെയ്യും കേട്ടോ. അപ്പോൾ കോൺഫ്ലവർ ഇട്ട ശേഷം മൈദയും കൂടെ ഇട്ട് കൊടുക്കുക ഒരു കോട്ടിങ്ങിന് വേണ്ടി. അപ്പം മുട്ട, മൈദ, കോൺഫ്ലവർ ഇത്ര ഇട്ട ശേഷം ഇവനങ്ങ് മൊത്തത്തിലങ്ങ് മിക്സ് ചെയ്യുക. ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്യുക, നല്ല രീതിയിൽ മിക്സ് ചെയ്തു. എന്നിട്ടൊരു 1/2 മണിക്കൂർ ഈ മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടി കവർ ചെയ്തങ്ങ് വെച്ചു, കണ്ണടച്ച് വെച്ചു. അപ്പോഴേക്ക് ഈ വത്തലേക്ക് നല്ല രീതിയിൽ അങ്ങ് മസാല പിടിച്ച് ഒരു പരുവം രൂപമൊക്കെ ആയി കിട്ടും. ആ സമയത്ത് നമുക്ക് ഇവന് വേണ്ടുള്ള ആ സോസ് അങ്ങ് ഉണ്ടാക്കാം. ആദ്യം തന്നെ നല്ല സ്റ്റൈലായിട്ട് തീ പിടിപ്പിക്കുക. ശേഷം ഉരുളി ചൂടാക്കാൻ വെക്കുക. എന്നിട്ട് ഉരുളി ചൂടായ ശേഷം അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണയൊന്ന് ചൂടാകാൻ ഒരു 2 മിനിറ്റ് ഒന്ന് വയ്ക്കുക. എണ്ണ ചൂടായി വരുമ്പോഴേക്ക് അതിലേക്ക് ഇഞ്ചി ചെറുതായി അരിഞ്ഞ് ഇഞ്ചി അങ്ങ് ഇട്ട് കൊടുക്കുക. അവനെ അങ്ങ് ലൈറ്റായിട്ട് ഇങ്ങനെ ഇതുപോലെ റോസ്റ്റ് ചെയ്യുക. റോസ്റ്റ് ചെയ്തൊരു പരുവാകുമ്പോഴേക്ക് അതിലേക്ക് വെളുത്തുള്ളിയും ചെറുതായി അരിഞ്ഞ് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. അതും ഇതിലിട്ട് ഇങ്ങനെ വരട്ടി ചെയ്തെടുക്കുക. ഇവനൊരു വരണ്ട ഒരു പരവും രൂപം ഭാവമൊക്കെ ആകുമ്പോഴേക്ക് അതിലേക്ക് ഇതിങ്ങനെ ചെറുതായി എറിഞ്ഞ സെല്ലറി അതും കൂടെ ഇട്ട് കൊടുത്ത് ഇതുപോലെ വരട്ടിയെടുക്കാം. ഒരു രൂപത്തിലും ഭാവത്തിലും ആയി വരുമ്പോഴേക്ക് അതിലേക്ക് ആവശ്യത്തിന് പച്ചമുളക് ചെറുതായി എരിഞ്ഞിട്ട് കൊടുക്കുക. അത് നിങ്ങൾക്ക് എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഇട്ടാൽ മതി, ഇല്ലേ ഇട്ടില്ലേലും ഒരു കുഴപ്പമില്ല എൻ്റെ ചങ്ങാതിമാരെ. ഇത് ഇട്ട് കൊടുത്ത് ഒന്ന് വരട്ടിയെടുക്കുക. വരണ്ട ഒരു പരുവാകുമ്പോഴേക്ക് ചെറുതായി എരിഞ്ഞ് സവോള എടുത്തൊരു മറിക്കുക. മറിച്ച ശേഷം അവനെ ഇങ്ങനെ ഇതുപോലെ വരട്ടിയെടുക്കുക. അവനെ വരട്ടിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, അവനൊരു ലൈറ്റ് കളറാകുന്നവരെ ഇങ്ങനെ വരട്ടിയെടുക്കണം, ഒരു ഗോൾഡൻ കളറാകുന്നവരെ. അധികം തീയൊന്നും പിടിപ്പിക്കേണ്ട, സ്ലോ ഫയറിലിട്ട് സാവകാശം സമയം എടുത്തങ്ങ് വരട്ടിക്കും. ഇവൻ ഈ കളറിലും ഭാവത്തിലായി കഴിയുമ്പോൾ അതിലേക്ക് ഇതുപോലെ ചില്ലി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. ചില്ലി പേസ്റ്റ് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, ഞാൻ പറഞ്ഞ കാര്യമൊന്നും ഇല്ലല്ലോ. എന്നിട്ട് ചില്ലി പേസ്റ്റും കൂടെ ഇതിലിട്ട് ഇന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ആ പച്ചപ്പൊക്കെ ഒന്ന് മാറി ഒരു നല്ല ടേസ്റ്റായി വരും. ആ സമയം ഇതിലേക്ക് ഇച്ചിരി ടൊമാറ്റോ കെച്ചപ്പ് എടുത്തൊരു മറിക്കുക. അത് നിങ്ങളുടെ ആവശ്യത്തിന് ഇട്ട് കൊടുത്തു. ടൊമാറ്റോ കെച്ചപ്പ് ഇട്ട ശേഷം ഇവനെ നല്ല രീതിയിൽ അങ്ങ് കുക്ക് ചെയ്യുക. കാരണം ആ ടൊമാറ്റോ കെച്ചപ്പിൻ്റെയും ചില്ലി പേസ്റ്റിൻ്റെയും കൂടെ ഒരു പച്ചപ്പൊക്കെ മാറി ആ ഗ്രേവിക്ക് വേറെ ലെവലൊരു സോസായി കിട്ടും നിങ്ങൾക്ക്. ഇതുപോലെ സ്ലോ ഫയറിലിട്ടങ്ങ് കുക്ക് ചെയ്യുക. അങ്ങ് തിളയ്ക്കുന്നതനുസരിച്ച് ഇങ്ങനെ അടി പിടിക്കാതെ നല്ലവണ്ണം അങ്ങ് വരട്ടിയെടുത്തു. ഇവനൊരു വരണ്ട ഒരു പരുവാകുമ്പോഴേക്ക് അതിലേക്ക് ഈ ഡാർക്ക് സോയ ഇച്ചിരി ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ലൈറ്റ് സോയ ആയാലും കുഴപ്പമില്ല, ഇതിലേത് വേണേൽ ഒഴിച്ചു കൊടുക്കുക. ഇത് ഒഴിച്ച് കൊടുത്ത ശേഷം നല്ലോണം അങ്ങ് മിക്സ് ചെയ്യുക. കൂടത്തിൽ ഇച്ചിരി ഹണിയും കൂടെ ചേർക്കാമെങ്കിൽ വേറെ ലെവലാണ് എൻ്റെ ചങ്ങാതിമാരെ. വേണമെന്നുള്ളത് ചേർത്താൽ മതി, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ല തിളപ്പിച്ചങ്ങ് വേവിക്കുക. നല്ല തിക്ക് ഗ്രേവി പോലെ കിട്ടും, അതായത് നല്ലൊരു സോസായിട്ട് ഈ സാധനം കിട്ടും. കണ്ടോ, ഈ രൂപത്തിലും ഭാവത്തിലാവുമ്പോൾ ഇതിലേക്ക് ഉപ്പ് ഒന്ന് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാവുള്ളൂ കേട്ടോ. കാരണം ഇതിൽ സോയാ സോസ് ഉണ്ട്, ടൊമാറ്റോ കെച്ചപ്പൊക്കെ ഇടുന്നതുകൊണ്ട് ഉപ്പ് നിങ്ങൾ നോക്കിയിട്ട് ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. ഈ ഭാവത്തിലായി കഴിയുമ്പോഴേക്ക് ഇവനെ അങ്ങ് മാറ്റി വെക്കുക. ശേഷം
നമ്മളത് മസാലയൊക്കെ ഇട്ട് വെച്ചിരിക്കുന്ന ചിക്കൻ ലോലിപോപ്പിൽ ഫ്രൈ ചെയ്യാനുള്ള അടുത്ത പരിപാടിയാണ്. കടായി ചൂടാക്കി കഴിയുമ്പം എണ്ണ ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് എണ്ണ ചൂടായി കഴിയുമ്പോൾ ഓരോ പീസും ഇതുപോലെ അങ്ങ് സ്ലോ മോഷനിൽ അങ്ങ് ഇട്ട് കൊടുക്കുക. കറക്റ്റ് ചൂടായിരിക്കണം കേട്ടോ എണ്ണയ്ക്ക്, അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ ചിക്കനിൽ എണ്ണയൊക്കെ കുടിച്ച് ഒരു പരുവായി കിട്ടും. ഇത് നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടണം. അവൻ വേവണം, അതുപോലെ തന്നെ വെളിയൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയാൽ മാത്രമേ ഇതൊരു ജ്യൂസി ആയിട്ടിരിക്കും, നല്ല ടേസ്റ്റുമായിട്ട് കിട്ടുള്ളൂ. ഇതുപോലെ ഇട്ടങ്ങ് ഫ്രൈ ചെയ്യാം. കാണാൻ തന്നെ നല്ല രസമുണ്ടല്ലേ. ഇത് ഫ്രൈ ചെയ്യുമ്പോൾ നല്ല സ്മെല്ലാണ് വരുന്നത് കേട്ടോ. ഒരു പീസ് വേണേൽ നൈസായിട്ട് വേണേൽ ഒന്ന് കഴിച്ചു നോക്കൂ. വേറെ ലെവലാണ് എൻ്റെ ചങ്ങാതി. ഇത് കാണുമ്പോൾ തന്നെ എനിക്ക് തന്നെ കൊതി വന്നിട്ടൊരു രക്ഷയില്ല എൻ്റെ ചങ്ങാതിമാരെ. ഇങ്ങനെ ഇത് ഫ്രൈ ചെയ്ത് കഴിക്കാനും ഒരു ടേസ്റ്റ് കേട്ടോ, അത് പറയാതിരിക്കാൻ പറ്റില്ല. വേറെ ലെവലാണ് എൻ്റെ ചങ്ങാതി. അടുത്ത് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്യുക. എണ്ണ രണ്ടാമത് ഫ്രൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എണ്ണ ഒന്ന് ചൂടാക്കണം കേട്ടോ. കാരണം എണ്ണ ടെമ്പറേച്ചറൊക്കെ ഒന്ന് മാറിയിരിക്കുകയാണ്. അപ്പോൾ എണ്ണ ഒന്നും കൂടെ ഒന്ന് ചൂടായി ലെവലായി വരുമ്പോൾ വേണം രണ്ടാമത് ഇട്ട് കൊടുക്കാൻ. അല്ലേ അതിൻ്റെ ആ ടെക്സ്ചറൊക്കെ ഒന്ന് വേറെ ലെവലിലേക്ക് ആയിപ്പോവും. അപ്പോൾ അത് നോക്കിക്ക് വേണം, എണ്ണ ചൂടൊക്കെ നോക്കി വേണം ഇതൊക്കെ ചെയ്യാൻ വേണ്ടി. എന്നിട്ട് ഇതുപോലെ ലൈറ്റ് കളറൊക്കെ ആയിക്കുമ്പോൾ ഇതുപോലെ വാരിയെടുത്ത് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇവനെ നമ്മുടെ ആ സോസിലേക്കൊരു മറിക്കുക. സോസിലേക്ക് മറിച്ച ശേഷം കുറച്ച് സോസ് എടുത്ത് ഞാൻ വേറൊരു ബൗളിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ സ്ലോ മോഷനിൽ അങ്ങ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇവനങ്ങ് പൊടിയാതെയും കലങ്ങാത്തൊക്കെ രൂപത്തിലൊക്കെ ഭാവത്തിലൊക്കെ അങ്ങ് മിക്സ് ചെയ്യുക. ഇത് മിക്സ് ചെയ്യുമ്പോഴേക്ക് എൻ്റെ ചങ്ങാതി എനിക്ക് തന്നെ ഒരു രക്ഷയില്ല കേട്ടോ. കൊതി വന്നിട്ടൊരു രക്ഷയില്ല. ആ സ്മെല്ലടിച്ചിട്ട് എൻ്റെ ചങ്ങാതി വേറെ ലെവല സാധനം കേട്ടോ. ഇപ്പം തന്നെ ഒരു പീസ് എടുത്ത് കഴിക്കാൻ തോന്നും. എനിക്ക് തന്നെ കൊതി വന്നിട്ടൊരു രക്ഷയില്ല. പറയുമ്പോൾ തന്നെ വായി വെള്ളം വന്നിട്ടൊരു രക്ഷയില്ല. ഇതേ കണ്ടില്ലേ, കാണുമ്പോൾ തന്നെ നിങ്ങളുടെ കിളി പോകുമെന്ന് എനിക്ക് മനസ്സിലാകും ചങ്ങാതി. കൂടെ ഇതുപോലെ ലീക്സും കുറച്ച് സ്പ്രിംഗ് ഓണിയനും കൂടെ പൊക്കത്തേക്ക് എടുത്തിട്ട് ഗാർണിഷ് ഇങ്ങ് ഇടുക. ആരും ഇങ്ങ് വിതറിക്കും, അത്തപ്പൂക്കളം ഇടുന്ന പോലെ അങ്ങ് വിതറിക്കും. എന്നിട്ട് ഇതുപോലെ ഒരു പീസ് എടുത്തിട്ട് ഇങ്ങ് പിടുത്തം പിടിച്ചു. എന്നിട്ട് ഇതുപോലെ നല്ല സ്റ്റൈലും പ്ലേറ്റിലേക്ക് ഓരോ പീസായിട്ടങ്ങ് വെച്ച് കൊടുത്തങ്ങ് പ്രസൻറ്റ് ചെയ്യുക. ഇത് കാണുമ്പോൾ ചങ്ങാതിമാർക്കെല്ലാം കൊതി വരുന്നുണ്ടെന്ന് എനിക്ക് ഒന്നൊന്നര അറിയാം. ഒന്നും നോക്കണം, നേരെ കട ചെന്ന് ഈ വക സാധനം മേടിക്കുക. എന്നിട്ട് ഇതുപോലെ ഉണ്ടാക്കുക. ഇതിൻ്റെ പൊക്കത്തേക്ക് ലൈറ്റായിട്ട് ഇതുപോലെ ഹണി വെച്ച് കൊടുക്കുക. അപ്പം നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ഇതുപോലെയുള്ള കിടുക്കാച്ചി ഐറ്റംസ് കഴിക്കണമെങ്കിൽ നേരെ ഞാൻ വർക്ക് ചെയ്യുന്ന ജാൻഡീസ് വിൻഡി ഹോട്ടലിലേക്ക് കണ്ണടച്ച് പോരും. മൂന്നാറിലുള്ള നമ്മളെ കിടുക്കം പ്രോപ്പർട്ടിയാണ്. ഇവിടെ ഈ വക സാധനം എല്ലാം കിട്ടും. ഒന്നും നോക്കണ്ട, ഷെഫിനോട് പറഞ്ഞാൽ മതി. അപ്പോൾ നമുക്ക് ഇനി അടുത്ത